പഹൽഗാം ഭീകരാക്രമണത്തിൽ വിവാദ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹിന്ദുക്കളെ ഭീകരവാദികളെന്ന് പറഞ്ഞില്ലല്ലോ എന്നും ഇസ്ലാം മതത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഭീകരവാദികളെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നും സതീശൻ. ഭീകരാക്രമണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കരുതെന്നും കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ലഷ്കർ എ തൊയ്ബയുടെ കീഴിലെ TRF എന്ന ഭീകര സംഘടന ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു പിന്നാലെയാണ് വിവാദ പ്രസ്താവന. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല. ഞങ്ങൾ അതിന് ഒരു കാലത്തും അതിനോട് യോജിപ്പില്ല. അതിപ്പോ ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹൈന്ദവരെല്ലാവരും ഭീകര സംഘടനയാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അതുപോലെ ഇസ്ലാമിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ ഉള്ള മുഴുവൻ ആളുകളും ഭീകര പ്രവർത്തകരാണ്. അതൊക്കെ ഞാൻ എപ്പോഴും പറയല്ലോ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്ത് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ഓരോരുത്തരും ചാടി വീഴാണ്. ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ വർഗീയമാക്കി മാറ്റാണ് രാജ്യത്തിന് നേരിടുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ ആരാണ് ചെയ്തതെന്നല്ല കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തി പറയാതെ നമ്മൾ ഊഹിച്ചു പറയൽ അർത്ഥം. അഖിൽ പാലോട്ടുമടം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, അവിടെ നടന്ന സംഭവം ഒരു മതത്തിൽപ്പെട്ടവരാണോ എന്ന് ചോദിക്കുന്നു, അവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. ഇത് അവിടെ ഉണ്ടായ സംഭവം. ഈ സംഭവത്തിന്റെ പിന്നിൽ രോഷത്തോടെ അണിനിരന്ന് നിൽക്കുന്നത് ഭാരതത്തിലെ എല്ലാ പൗരന്മാരുമാണ്. അതിലെല്ലാ മതസ്ഥരുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അതിലിങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമായി ചേർന്ന് ഇത്തരത്തിൽ ഈ മതങ്ങളെയൊക്കെ ഇങ്ങനെ എടുത്തു പറയാനൊക്കെ കാരണം? ഇവിടെ ഹിന്ദുവായി ജനിച്ചതിന്റെ പേരിൽ, ഹിന്ദുവായി വളർന്നതിന്റെ പേരിൽ, ഹിന്ദു എന്നതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് സന്ദർശനം നടത്തിയതിന്റെ പേരിൽ ഇസ്ലാമിക ഭീകരവാദർ ചൂണ്ടി മതം ചോദിച്ച് ജാതി പറഞ്ഞ് വെടിവെച്ചു കൊന്ന ഹിന്ദുക്കളെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിസാരവൽക്കരിക്കുകയും അവഹേളിക്കുകയും ചെയ്തിരിക്കുന്നത്. ഭീകരാക്രമത്തെ രാജ്യം ഒന്നടങ്കം അതിനെ അല്ലെങ്കിൽ ആ ഭീകരാക്രമത്തിൽ രാജ്യം ഒന്നടങ്കം തടയുന്ന സമയത്ത് ആ ആക്രമത്തെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്ര ലാഘവത്തോടെ കണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിൽ കലാപമുണ്ടാകുമ്പോൾ, ഗുജറാത്തിൽ സംഘർഷമുണ്ടായ സമയത്ത് ആ സംഘർഷം നടത്തിയതെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയാൻ സാധിക്കൂ. അങ്ങനെ ഏതെങ്കിലും ഒരു അക്രമം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മതം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ ആ അക്രമത്തെ വിലയിരുത്താൻ സാധിക്കുമോ എന്ന. ശരി, അഖിൽ പാലോട്ടുമടം വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രസ്താവനകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, നേതാക്കന്മാരാരായാലും ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കമന്റായി പറയാനുള്ളത്.